കേരളത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും ജീർണിച്ച ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് CPM. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവണ്ണമുള്ള ആശയങ്ങളും ആദർശങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് CPM. കിട്ടിയതെല്ലാം കൈയിട്ട് വാരിയും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ഏതറ്റം വരെയും പോകുന്ന CPM-നും നേതാക്കൾക്കുമൊപ്പം നിൽക്കാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് പാർട്ടി അധംപതിച്ചുവെന്ന് പറയാതെ വയ്യ. സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ നിലനിർത്താൻ കഴിയാത്ത, അതിന് ശ്രമിക്കാത്ത CPM നേതൃത്വത്തിന്റെ കഴിവുകേട് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. അഴിമതിയും കൊള്ളയും വിഭജന രാഷ്ട്രീയവും നിറഞ്ഞ നിലവിലെ CPM നേതൃത്വത്തിനെതിരെ വിമർശനം നടത്തിയ പ്രധാനപ്പെട്ട നേതാവാണ് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ. ഇപ്പോഴിതാ പാർട്ടിയുടെയും സർക്കാരിന്റെയും നയത്തിൽ പ്രതിഷേധിച്ച് കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് G. സുധാകരന് പാർട്ടി വിടുകയാണ്. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ലെന്ന് ഫേസ്ബുക്കിലൂടെ പരസ്യമായി പ്രഖ്യാപിച്ച സുധാകരൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ താൻ കടുത്ത അവഗണനയും അധിക്ഷേപവും നേരിടുകയാണെന്നും അന്തസ്സില്ലാത്ത പാർട്ടിയിൽ തുടരാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിനിടെ തന്നെ പരിഹസിക്കുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് G. സുധാകരൻ തന്റെ നിലപാട് അറിയിച്ചത്. പാർട്ടിയിലെ സമുന്നത നേതാക്കൾ തന്നെ അപമാനിച്ചിട്ടും അത് തിരുത്താനോ ചോദിക്കാനോ ആരും തയ്യാറാകുന്നില്ലെന്നത് തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്ന് അദ്ദേഹം കുറിപ്പിൽ പറയുന്നു. പാർട്ടി ജില്ലാ നേതൃത്വം തന്നോട് കാണിക്കുന്ന അവഗണനയിൽ സുധാകരൻ നേരത്തെ തന്നെ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുധാകരൻ തന്റെ അതൃപ്തി തുറന്നടിക്കുകയും ചെയ്തിരുന്നു. 70 കഴിയുമ്പോൾ കഴുത്തർത്ത് ഇറച്ചി കച്ചവടത്തിനുള്ളവരല്ല തങ്ങൾ ആരുമെന്ന് പറഞ്ഞ സുധാകരൻ തന്നോട് അന്യായം കാണിച്ചുവെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ MA ബേബിയെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും സുധാകരൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ സുധാകരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമോ എന്ന ചോദ്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഇതിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് G. സുധാകരനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. G. സുധാകരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കില്ലെന്ന് വ്യക്തമാക്കിയ ഗോവിന്ദൻ ഒരു പരിഗണനയും അർഹിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇതിന്റെ വീഡിയോ അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് സുധാകരൻ പാർട്ടി വിടുകയാണെന്ന പ്രഖ്യാപനം കൂടി പുറത്തുവിട്ടിരിക്കുന്നത്. തന്റെ അച്ഛനവരെ ആക്ഷേപിച്ചു. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന വൈകാരിക പ്രതികരണമാണ് ഒരു മുതിർന്ന CPM നേതാവിന് നടത്തേണ്ടി വന്നിരിക്കുന്നത്. കുറച്ചു കാലമായി പാർട്ടി പരിപാടികളിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും സുധാകരൻ അകലം പാലിച്ചു വരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മെമ്പർഷിപ്പ് പുതുക്കില്ലെന്ന പ്രഖ്യാപനത്തോടെ 4.5 പതിറ്റാണ്ടിലേറെ നീണ്ട സുധാകരന്റെ CPM ബന്ധം അവസാനത്തിലേക്കാണ് നീങ്ങുന്നത്. ആലപ്പുഴയിലെ CPM-ലെ വിഭാഗീയതയും സുധാകരനെതിരെ നടന്ന അച്ചടക്ക നടപടികളും നേരത്തെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായുള്ള പരസ്യമായ പോര്. തന്റെ നല്ല പ്രായം മുഴുവൻ പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി കൊടുത്ത മനുഷ്യൻ ഒരു വൈകാരികമുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞത് ശുദ്ധ വിവരക്കേടാണെന്നാണ് ജനങ്ങളുടെ തന്നെ പ്രതികരണം. പാർട്ടി ബന്ധം ഉപേക്ഷിക്കുമ്പോഴും CPM-ന്റെയും ആലപ്പുഴയുടെയും രാഷ്ട്രീയ ചരിത്രത്തിൽ ഒഴിവാക്കാനാവാത്ത പേരാണ് G. സുധാകരന്റേത്. 5.5 പതിറ്റാണ്ടിലേറെ നീളുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആലപ്പുഴയുടെ പാർട്ടിയുടെ വളർച്ചയുടെയും പോരാട്ടങ്ങളുടെയും വികസനങ്ങളുടെയും കൂടി കഥയാണ്. പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ കേരളത്തിലെ റോഡുകളുടെയും പാലങ്ങളുടെയും വികസനത്തിൽ അദ്ദേഹം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. അഴിമതിക്കറ പുരളാത്ത കൈകളെന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നൽകി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരനെ പോലൊരു മുതിർന്ന നേതാവിന്റെ പടിയിറക്കം ആലപ്പുഴയിലും സംസ്ഥാന CPM-ലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതിൽ സംശയം വേണ്ട. എന്തായാലും G. സുധാകരന്റെ തീരുമാനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ CPM-ന് തിരിച്ചടിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. സോഷ്യൽ മീഡിയയിൽ സുധാകരൻ പങ്കുവച്ച കുറിപ്പ് ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു. സുധാകരന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് നിലവിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ.